നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി. വൈകിട്ട് 7:30 നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് KSRTC സർവീസ് പുനരാരംഭിച്ചു. ദീർഘദൂര ബസ്സുകളിലും മകരജ്യോതി ദർശന ശേഷം മടങ്ങുന്ന ഭക്തരുടെ തിരക്കുണ്ട്. നിലയ്ക്കൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെല്ലാം മടങ്ങുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും അവരവരുടേതായ സ്ഥലങ്ങളിലേക്ക് ഭക്തജനങ്ങൾ എത്തി മകരജ്യോതി ദർശിച്ചതിന് ശേഷം തൊട്ടടുത്ത നിമിഷങ്ങളിൽ 7:30 കൂടിയ സമയങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ മടങ്ങുന്നുണ്ട്. ഈ സമയത്തോടനുബന്ധിച്ച് തന്നെ ദീർഘദൂര KSRTC ബസ്സുകളും നിലയ്ക്കലിൽ നിന്നും സർവീസ് ആരംഭിച്ചു. പമ്പയിലേക്കും 7:30 ശേഷമുള്ള സമയത്ത് ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ 5 ബസ്സുകൾ വീതമായിരുന്നു ആദ്യ അരമണിക്കൂറുകളിൽ KSRTC പമ്പയിലേക്ക് സർവീസ് നടത്തിയിരുന്നത്. ഇപ്പോൾ മിനിറ്റിൽ 2-3 ബസ്സുകൾ വീതം KSRTC പമ്പയിലേക്ക് ഷട്ടിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. 300 ബസ്സുകൾ റൊട്ടേറ്റ് ചെയ്ത് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങളെ പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും KSRTC സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ബസ്സുകളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. ദീർഘദൂര ബസ്സുകളും മറ്റും എറണാകുളം, തിരുവനന്തപുരം, ചെങ്ങന്നൂർ, കുമളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെയുള്ള പാലക്കാട് അടക്കമുള്ള ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ബസ്സുകൾ ഫില്ലാകുന്നതനുസരിച്ച് പുറത്തേക്ക് നീങ്ങുന്നുമുണ്ട്. ഒപ്പം സ്വകാര്യ വാഹനങ്ങളും പുറത്തേക്ക് നീങ്ങുന്നു. ഈ മണിക്കൂറുകളിൽ ശബരിമല പാതയിൽ വലിയ രീതിയിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിരന്തര വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെയും KSRTC അധികൃതരുടെയും എല്ലാം ഭാഗത്തു നിന്നും നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. വലിയ തിരക്കില്ല, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വന്നിറങ്ങുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്ക്, ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ എടുത്തുകൊണ്ട് മറ്റു അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് തിരികെ മടങ്ങുന്നതിന് വേണ്ടിയുള്ള ഭക്തരുടെ ചെറിയ ഒരു സമയത്തെ കാത്തിരിപ്പിന്റെ ആ സമയത്തുള്ള തിരക്ക് മാത്രമാണ് ഇപ്പോൾ നിലയ്ക്കൽ അനുഭവപ്പെടുന്നത്. എന്തായാലും ഭക്തജനങ്ങളെല്ലാം റോഡിന് പുറത്തേക്ക്, നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.